അവിടെ യാമിനി കലിപ്പില്ല. യാമിനിക്ക് അപർണയുടെയും ബാലുവിന്റെയും കല്യാണം നടന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപർണയെ ആ സുധാമണിയുടെ വീട്ടിലേക്ക് അയച്ചതില് മനസ്സ് നീറി നിൽക്കുകയാ അവള് വീട്ടില്. ഇതൊരവസരമാ. ഞാനൊരു പ്ലാൻ പറയാം. വേണ്ട, ഇതിപ്പോ ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. ഇനി എന്റെ നീക്കങ്ങളിൽ ഒരു പിഴവും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ നീക്കാം. പുറത്തു നിന്നൊരു ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിക്കാം. മതി, പുറത്തു നിന്നെങ്കിൽ പുറത്തു നിന്ന്. ഇനി ആ ഭാഗത്തു നിന്ന് നീ എന്നെ പുറത്താക്കാതിരുന്നാ മതി. ഞാൻ കൂടെയുണ്ട്. അവളെ നീ നേടുന്നത് എനിക്ക് കാണണം. എന്നാലേ എനിക്ക് സമാധാനമാവും. ഒരു കൈ തന്നെ. ആ നോക്കിക്കിരണേ, നിന്നെ നോവിച്ചോണ്ടാ ബാലു അപർണയെ അടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവരുടെ ഫസ്റ്റ് നൈറ്റില് എന്തെങ്കിലും ഒരു കല്ലുകടി സംഭവിച്ചിരിക്കും. മോളെ, എന്താ അമ്മേ? പരസ്പരം മനസ്സിലാക്കിയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ തന്നെ ആയിരിക്കും അമ്മേ. മോളെ, അല്ല, എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നുക, പക്ഷെ വാക്കുകളൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. സാരമില്ല, ബാക്കി കിട്ടുമ്പോ പറഞ്ഞാ മതി. ഈ വീട്ടില് മോക്ക് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിലേ, മോളുടെയും ബാലുവിന്റെ ഇടയില് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയാണെങ്കിലോ, അല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് അമ്മയ്ക്കറിയാം. ഞാനെന്തോ സങ്കല്പിച്ച് പറയുന്നതാ. അങ്ങനെയൊക്കെ ഉണ്ടായാല് മോളത് അമ്മയോടൊന്ന് പറയണം. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അമ്മേ. അമ്മയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഈ വീട്ടിലെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുമെന്നല്ലേ? ഇതെന്റെ വീടല്ലേ അമ്മേ. അമ്മ ഇനി എന്റെ അമ്മയും. സാഗറും മീനാക്ഷിയും എന്റെ സഹോദരങ്ങളാ. ബാലുവിനെ പോലെ നല്ലൊരു ഭർത്താവ്. ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് അത് ഈ വീടാ. ആഹാ, ദേ കണ്ണു നിറയുന്നു. ഇതൊരു കഷ്ടായല്ലോ. ദേ പാല് തണുത്തു തുടങ്ങി. ബാലോടെ വെയിറ്റിംഗാ. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. അമ്മയോട് വർത്താനം പറഞ്ഞു നിന്നാ പറ്റില്ല. കണ്ണോടച്ചേ, കണ്ണു തുടക്കേ. ഇനി ഒന്ന് ചിരിച്ചേ. പോരാ, കുറച്ചുകൂടി. ഓക്കെ, ഫസ്റ്റ് നൈറ്റ്. അല്ല, ഗുഡ് നൈറ്റ്. ല്ലോ. എന്താ മീനു പേടിച്ച പോലെ? ഞാൻ ശ്രദ്ധിച്ചു. ഇടയ്ക്കൊക്കെ മീനു ആകെ ടെൻഷനിലാ. ഏയ് ഇല്ലേച്ചി, ഞാൻ ഹാപ്പിയാ, ഭയങ്കര ഹാപ്പിയാ.
അപർണേച്ചി പറഞ്ഞ നേരാ. നീ മൊത്തം കിളി പോയി നിൽക്കും പോലെയായിരുന്നു. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല, ചേട്ടന് തോന്നാ. ஹலோ என்ன சாமி ஒரே யோசனை மைண்ட் எங்கேயோ போயாச்சு சரிதானா അല്ല നമ്മള് ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതൊക്കെ ആലോചിക്കുകയായിരുന്നു. ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ ഒരിക്കലും കരുതിയിരുന്നില്ല ആ പരിചയം കല്യാണത്തിലെത്തുമെന്നും നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു മുറിയിൽ ഇരിക്കുമെന്നൊക്കെ. അതെ ഞാൻ ഉറപ്പായും അന്നേ കരുതിയിരുന്നു ഇത് കല്യാണത്തിലെത്തുമെന്നും നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു മുറിയിൽ ഇരിക്കുമെന്നും ബാലു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ബാലു ചോദിക്കാൻ പോകുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ? എന്താ അത്? ഈ വീട്ടിൽ ഞാൻ ഓക്കെ ആണോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? AC ഇല്ലാത്തത് പ്രശ്നമാണോ? അതൊക്കെയല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? അല്ല ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല കുറച്ചു നേരത്തെ അമ്മയും ചോദിച്ചിരുന്നു ഈ വീട്ടില് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. എന്റെ മനുഷ്യ, ഇതേ ഇനി എന്റെ വീടാ. ഞാൻ അമ്മയോടും ഇത് തന്നെയാ പറഞ്ഞെ. ആ പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ സീതാദേവി പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താ? എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെയായിരിക്കും ഞാനും എന്ന്. എന്റെ ഭർത്താവായ ബാലുവിന്റെ കൊട്ടാരമാണ് ഇനി എന്റെ കൊട്ടാരം. ഈ മുറി അന്തപുരം. ഈ കോളനിയുടെ നടുത്തളമാണ് ഉദ്യാനം. പോരെ? പോരാ, ഇനിയും പറ. താൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാനേ നല്ല രസമാ. അയ്യോടാ, അങ്ങനെ ഓസിനിപ്പ കേക്കണ്ട. ഇയാൾ ഇങ്ങോട്ടും വല്ലതും പറ, ഞാൻ കേക്കട്ടെ. എന്നെ ഒന്ന് പുകഴ്ത്തണം, ഞാൻ ആ പുകഴ്ത്തലൊന്ന് ആസ്വദിക്കട്ടെ. ശരി, പൂഴ്ത്തി കളയാം. ഞാനും അമ്മയും മീനാക്ഷിയും ഇതുവരെ കിടന്ന ഈ മുറിയിൽ ഇതാ എന്റെ മാലാകക്കുട്ടി വന്നിരിക്കുന്നു. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഈ മുറിയിൽ ഞങ്ങൾ 3 പേര് കിടക്കും. സാഗർ പുറത്ത് ദിവാനിലും. അപ്പോ അമ്മയും മീനും ഇന്നു മുതൽ എവിടെ കിടക്കും? മീനാക്ഷിയും സാഗറും ഹാളിൽ കിടക്കും, അമ്മ അടുക്കളയിലും. അമ്മ അടുക്കളയിൽ കിടക്കുന്നോ? ആ, നമ്മൾ ഇന്നു മുതൽ ഇവിടെയല്ലേ, ഒരു ബെഡ്റൂം അല്ലേ ഇവിടെയുള്ളൂ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ആ, സത്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാ താൻ ഇവിടെ ഓക്കെ ആവൂന്ന്
ഞാനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ അമ്മ അടുക്കള കിടത്തിയിട്ട് നമ്മളിവിടെ ഞാനിപ്പോ വരാം. അപ്പോ അമ്മേ, എന്താ മോളെ? എന്താ എന്താ മോളെ? എന്താ ഇതൊക്കെ? എന്താ മോള് കാര്യം പറ. അമ്മ എന്നും ഇങ്ങനെ അടുക്കളയിൽ പായ വിരിച്ചിട്ടാണോ കിടക്കാറുള്ളത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? മോളെ അത് ഹോളില് ചൂട് കൂടുതലാ. ആടെ എന്തോ പോലെയാ. ഈടെയാകുമ്പോഴേ ജനല് തുറന്നിട്ടാ നല്ല കാറ്റാ. അമ്മേ, ഞാൻ പറഞ്ഞു അമ്മ ഇന്നു മുതൽ ഇങ്ങോട്ട് മാറിയതാണെന്ന്. ആ മുറി ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട്. അങ്ങനെ അമ്മ ഇവിടെ അടുക്കള കിടന്നിട്ടുള്ള മുറിമാറ്റമൊന്നും വേണ്ട. അയ്യോ മോളെ, ഇതെല്ലാം സാധാരണയല്ലേ. മോൾ ഇതൊരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ വന്നതുകൊണ്ടാണോ ഇങ്ങനൊരു മാറ്റം വന്നത്? അപ്പൊ ഇതെനിക്കൊരു സംഭവം തന്നെയാ. ഛേ, ഇതൊരു കഷ്ടായല്ലോ. ബാലു, നീ തന്നെ ഓളെ പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു, പക്ഷേ അപർണയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്തിട്ട് ഒരു തീരുമാനത്തിലെത്ത്. മോൾ എന്തെന്നായി പറയുന്നേ? ഞാൻ ആ മുറി കിടന്നിട്ട് മോളും ബാലും പുറത്ത് കിടക്കണമെന്നാ? മോളെ, എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അതങ്ങനെയാ മോളെ. എന്നാലും അമ്മ ഇങ്ങനെ അടുക്കള കിടന്നിട്ട്. ബാലു, നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ളൊരിടത്തേക്ക് മാറിയാലോ? എന്താ മോളെ, ഇവിടുന്ന് മാറാനാ? അല്ലമ്മേ, എനിക്ക് ഈ വീട് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. പക്ഷെ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി ഇത്തിരി കൂടെ സൗകര്യമുള്ളൊരു വീട്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. മോളെ, എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ കാര്യം ആലോചിച്ചിട്ട് മോക്കൊരു പ്രയാസം അല്ലേ? സത്യത്തില് മോളെ സങ്കടം കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്നൊരു മോളെ കിട്ടിയില്ലേ? പിന്നെ ഞാൻ ഈ ചെയ്തത് വലിയ ത്യാഗമൊന്നുമല്ല. ഒരു വീട്ടിലെ സൗകര്യം അനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങള്. അതുമല്ല, മക്കൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് ഒരു സുഖമാ. അല്ലമ്മേ, അത് ഒന്നും പറയണ്ട. ബാലു, മോളെയും വിളിച്ച് റൂമിലേക്ക് ചെല്ല്. ചേടാ, മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്റെ ലോകം ഈ അടുക്കളയാ. ഈടെ കിടന്ന് ഉറങ്ങുന്നതും ഒരു പ്രത്യേക സുഖ. അപ്പൊ ഗുഡ് നൈറ്റ്. ചെല ചെല ചെല. അമ്മേ, ദാ, ഇനി എന്റെ കയ്യിന്ന് വാങ്ങിക്കുവേ. അമ്മ ഓക്കെ ആണല്ലോ? ഡബിൾ ഓക്കെ. അമ്മ കിടക്കട്ടെ, അപ്പുവാ. ശരി. എന്താടി ആകെ ഡള്ള്? എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കി പറ. ഏയ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നവുമില്ല.
എന്താടി കാര്യം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്താ ഫോൺ എടുക്കാത്തെ? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? കല്യാണ സ്ഥലത്ത് നടന്ന സംഭവങ്ങള് മനസ്സൊന്ന് പോകുന്നില്ല. ഓ, അതായിരുന്നു. അവളെ കാണാതെ തിരിച്ചു പോകുന്നില്ല. ഏത് മുറിയിലായിരിക്കും അവിടെ കിടക്കുന്നേ? എന്താ അവിടെ